ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ 8ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അതിലെ ആദ്യത്തെ ക്ലാസ്സസ് കാണാത്തവർ ആ ക്ലാസ്സസ് കണ്ടതിന് ശേഷം ബാക്കി ക്ലാസ് ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് പേജ് നമ്പർ 10 ഫിഗർ ഇറ്റ് ഔട്ട് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടോ കൂട്ടുകാർ? വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ് ആർ നോട്ട് പെർഫെക്റ്റ് സ്ക്വയർ? വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ് ആർ നോട്ട് പെർഫെക്റ്റ് സ്ക്വയർ? പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്ത നമ്പേഴ്സ് ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ നമ്മൾ എന്ത് പഠിച്ചു? ഒരു നമ്പർ പെർഫെക്റ്റ് സ്ക്വയർ ആകണമെങ്കിൽ അതിൻ്റെ വൺസിൻ്റെ പ്ലേസിൽ ഏതൊക്കെ നമ്പേഴ്സ് വരും? 0, 1, 4, 5, 6, 9. ഇത്രയും നമ്പേഴ്സ് വൺസിൻ്റെ പ്ലേസിൽ വരും. ഏതൊക്കെ വരില്ല? 2, 3, 7, 8. ഇത്രയും നമ്പേഴ്സ് വരില്ല. ഇത്രയും നമ്പേഴ്സ് വൺസിൻ്റെ പ്ലേസിൽ വരും. 0, 1, 4, 5, 6, 9. ഇത്രയും നമ്പേഴ്സ് വൺസിൻ്റെ പ്ലേസിൽ വന്നാൽ അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ ഏതൊക്കെ ഉണ്ട്. ഇവിടെ 2032, ഇവിടെ 2 ആണ് വൺസിൻ്റെ പ്ലേസിൽ. അപ്പോൾ ഇതെന്തല്ല? പെർഫെക്റ്റ് സ്ക്വയർ അല്ല. ദെൻ 2048, ഇവിടെ വൺസിൻ്റെ പ്ലേസിൽ 8 ആണ്. അപ്പോൾ ഇതും പെർഫെക്റ്റ് സ്ക്വയർ അല്ല. ദെൻ 1027 ലാസ്റ്റ് വൺസിൻ്റെ പ്ലേസിൽ 7 ആണ്. അപ്പോൾ ഇതും പെർഫെക്റ്റ് സ്ക്വയർ അല്ല. ദെൻ 1089, ഇവിടെ വൺസിൻ്റെ പ്ലേസിൽ 9 ആണ്. 9 എന്ന് പറയുന്നത് പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ വൺസിൻ്റെ പ്ലേസിൽ വരുന്ന നമ്പറാണ്. Therefore 1089 is a perfect square number. Okay, then second question, which one among 64 square, 108 square, 292 square, 36 square has last digit 4? ലാസ്റ്റ് ഡിജിറ്റ് 4 ആവുന്ന ഇതിൻ്റെയൊക്കെ സ്ക്വയർ എടുക്കുമ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് 4 ആവുന്നത് ഏതിൻ്റെയൊക്കെയാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ലാസ്റ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ഒരു നമ്പറിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ 2ൻ്റെ സ്ക്വയർ എത്രയാ? 2ൻ്റെ സ്ക്വയർ 4, 3 സ്ക്വയർ 9, ദെൻ 4 സ്ക്വയർ 16, 5 സ്ക്വയർ 25, 6 സ്ക്വയർ 36, 7 സ്ക്വയർ 49, 8 സ്ക്വയർ 64. അപ്പോൾ ഇവിടെ 2ൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് 4 ആയിരിക്കും. അപ്പോൾ 12 ആയാലും 22 ആയാലും 32 ആയാലും 42 ആയാലും നമ്മൾ സ്ക്വയർ എടുക്കുമ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് 4 ആയിരിക്കും. ദെൻ 3 സ്ക്വയർ 9 ആണ്. അങ്ങനെയെങ്കിൽ 13, 23, 33, 43 അതിൻ്റെ എല്ലാത്തിൻ്റെയും സ്ക്വയർ എടുക്കുമ്പോൾ നമുക്ക് എൻഡ് ചെയ്യുന്നത് 9-ലായിരിക്കും. ദെൻ 4 സ്ക്വയർ 16 ആണ്. 6-ലാണ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ 14, 24, 34, 54 അങ്ങനെയുള്ള 4-ൽ എൻഡ് ചെയ്യുന്ന ഏത് നമ്പറിൻ്റെ സ്ക്വയർ എടുത്താലും ഏതിലായിരിക്കും എൻഡ് ചെയ്യുന്നത്? 6-ലായിരിക്കും എൻഡ് ചെയ്യുന്നത്. ദെൻ 6 സ്ക്വയർ 36 ആണ്. അപ്പോൾ 6, 16, 26, 36 ഇതിൻ്റെയൊക്കെ സ്ക്വയർ എടുത്താൽ അവിടെയും എൻഡ് ചെയ്യുന്നത് 6-ലായിരിക്കും. മനസ്സിലായ കൂട്ടുകാർക്ക്? അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ലാസ്റ്റ് ഡിജിറ്റ് 4 ആവുന്നത് ഏതിലെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ 4 ആവണമെങ്കിൽ നമ്മളിവിടെ പഠിച്ചു എന്താ? 2-ൽ എൻഡ് ചെയ്യുന്ന ഏതോ നമ്പറിൻ്റെ സ്ക്വയർ എന്തായിരിക്കും? 4 ആയിരിക്കും. പിന്നെ ഇവിടെ ഏതിനാ 4 വരുന്നത്? 64 കണ്ടോ? 64, അതായത് 8ൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാലാണ് 64. അപ്പോൾ 8-ൽ എൻഡ് ചെയ്യുന്ന ഏത് നമ്പറിൻ്റെ സ്ക്വയർ എടുത്താലും അത് എവിടെയായിരിക്കും? 4-ലായിരിക്കും എൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതായത് 2-ലും 8-ലും എൻഡ് ചെയ്യുന്ന നമ്പേഴ്സിൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ അത് കിട്ടുന്ന ആൻസർ എപ്പോഴും എവിടെയായിരിക്കും? 4-ലായിരിക്കും എൻഡ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ നമുക്കിവിടെ 2-ലോ 8-ലോ എൻഡ് ചെയ്യുന്ന നമ്പർ ഉണ്ടോ? അതാ കണ്ടോ, 108 സ്ക്വയർ ഇവിടെ 8-ലാണ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എടുത്താൽ നമുക്ക് ആൻസറിൽ എന്തായിരിക്കും വരുന്നത്? 4 ആയിരിക്കും. ദെൻ 292 സ്ക്വയർ ഇവിടെ ലാസ്റ്റ് ഡിജിറ്റ് 2 ആണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എടുത്താൽ നമുക്ക് കിട്ടുന്ന ആൻസറും 4-ലായിരിക്കും എൻഡ് ചെയ്യുന്നത്. ഇവിടെ 64-ഉം 36-ഉം എന്ത് ചെയ്യില്ല? അതിൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ഡിജിറ്റ് 4 കിട്ടില്ല. എന്തായിരിക്കും നമുക്ക് കിട്ടുന്നത്? 64-ൻ്റെ സ്ക്വയർ, 4-ൻ്റെ സ്ക്വയർ നമ്മളിവിടെ പഠിച്ചു 16. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 6 ആയിരിക്കും. ദെൻ 36-ൻ്റെ സ്ക്വയർ, 6-ൻ്റെ സ്ക്വയർ എന്താ? 36. അപ്പോൾ അത് അവസാനിക്കുന്നത് 6-ലായിരിക്കും. മനസ്സിലായ കൂട്ടുകാർക്ക്? അപ്പോൾ ഈ രണ്ട് നമ്പേഴ്സുമാണ് 108 സ്ക്വയറും 292-ൻ്റെയും സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 4 ആയിരിക്കും എൻഡ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഗിവൺ 125 equal to 15,625. What is the value of 126 square? അപ്പോൾ 125-ൻ്റെ സ്ക്വയർ നമ്മൾ കണ്ടുപിടിച്ചു. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് എങ്കിൽ 126-ൻ്റെ സ്ക്വയർ എത്രയെന്നാണ്
ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മുമ്പ് ഫസ്റ്റ് ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് ഒരു ഫോർമുല. എന്താണ് ഓർമ്മയുണ്ടോ കൂട്ടുകാർക്ക്? എന്ത് ഓഡ് നമ്പർ കണ്ടുപിടിക്കാനാണ് ഫോർമുല. എന്ത് ഓഡ് നമ്പർ കണ്ടുപിടിച്ചിട്ട് വേണം നമുക്ക് ഇതിന് ആൻസർ ചെയ്യാൻ. അപ്പോൾ ഞാനിത് വൈറ്റ് ബോർഡിലോട്ട് എഴുതരാം. തേർഡ് ക്വസ്റ്റ്യൻ, 125 square is equal to 15,625. നമുക്ക് 126ന്റെ സ്ക്വയർ കണ്ടുപിടിക്കണം. അതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ 25 എന്ന് പറയുന്നത് എന്തിൻ്റെ സ്ക്വയർ ആണ്? 25 ഈക്വൽ ടു 5 സ്ക്വയർ ആണ്. ഇത് എങ്ങനെയാണ് കിട്ടുന്നത്? ആദ്യത്തെ ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്യണം. എത്ര വരെയുള്ള? 5 ഓഡ് നമ്പേഴ്സ്. 1 പ്ലസ് 3 പ്ലസ് 5 പ്ലസ് 7 പ്ലസ് 9. ആദ്യത്തെ 5 ഓഡ് നമ്പർ കണ്ടോ? 1 2 3 4 5 നമ്പർ. ഈ നമ്പേഴ്സ് ഇത്രയും ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 25 എന്ന് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ 36 എന്ന് പറയുന്നത് 6ന്റെ സ്ക്വയർ ആണ് അല്ലേ? അപ്പോൾ ആദ്യത്തെ 6 ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്യണം. 1 പ്ലസ് 3 പ്ലസ് 5 പ്ലസ് 7 പ്ലസ് 9 പ്ലസ് 11. അങ്ങനെ 6 നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 36 എന്ന് കിട്ടുന്നത്, ആദ്യത്തെ ഓഡ് നമ്പേഴ്സ്. അങ്ങനെയാണെങ്കിൽ അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ഇവിടെ തന്നിട്ടുണ്ട് 15,625 എന്ന് പറയുന്നത് 125ന്റെ സ്ക്വയർ ആണെന്ന്. അപ്പോൾ ഈ 125 സ്ക്വയർ മീൻസ് എന്താണ്? ആദ്യത്തെ 125 ഓഡ് നമ്പേഴ്സ് 1 പ്ലസ് 3 പ്ലസ് 5 പ്ലസ് 7 പ്ലസ് അങ്ങനെ 125 ഓഡ് നമ്പേഴ്സ് നമ്മൾ എഴുതി കൂട്ടുമ്പോഴാണ് നമുക്ക് ഈ 15,625 കിട്ടുന്നത്. അത്രയും നമ്പേഴ്സ് നമുക്ക് എഴുതി ആഡ് ചെയ്യുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പം നമ്മൾ എന്ത് കണ്ടുപിടിക്കും? 125th ഓഡ് നമ്പർ കണ്ടുപിടിക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ ഓൾറെഡി ആൻസർ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് 126th ഓഡ് നമ്പറാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ 126th ഓഡ് നമ്പർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? 126th ഓഡ് നമ്പർ അത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ഫോർമുലയാണ് 2n മൈനസ് 1. ഇവിടെ എന്നിൻ്റെ പ്ലേസിൽ 126 കൊടുക്കണം. 2 ഇൻറ്റു എന്നിന് പകരം 126 മൈനസ് 1. അപ്പോൾ 2 ഇൻറ്റു 126 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 252 എന്ന് കിട്ടും. മൈനസ് 1 കുറയ്ക്കുമ്പോൾ 251. ഇതാണ് 126ാമത്തെ ഓഡ് നമ്പർ. 126th ഓഡ് നമ്പർ ഈസ് ഈക്വൽ ടു 251. 126ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ 125ന്റെ സ്ക്വയറിൻ്റെ കൂടെ 126th ഓഡ് നമ്പർ ആഡ് ചെയ്താൽ മതിയാവും. മനസ്സിലായ കൂട്ടുകാർക്ക്? അതായത് 126ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ 125ന്റെ സ്ക്വയറിനോടൊപ്പം 126th ഓഡ് നമ്പർ ആഡ് ചെയ്താൽ മതിയാവും. ഇവിടെ 125ന്റെ സ്ക്വയർ നമുക്ക് ഓൾറെഡി അറിയാം, 15,625. ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? നമ്മളിപ്പോൾ കണ്ടുപിടിച്ച 126th ഓഡ് നമ്പർ ആഡ് ചെയ്യണം. അതെന്താണ്? 251 എന്ന് കിട്ടും. ഇങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് ഉണ്ടോ എന്ന് ക്വസ്റ്റ്യനിൽ നോക്കാം. 15,625 പ്ലസ് 251 എന്താണെന്ന് ക്വസ്റ്റ്യനിൽ ഉണ്ടോ എന്ന് നോക്കാം. ഓപ്ഷൻ നമ്പർ 4 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് എ സ്ക്വയർ ഹൂസ് ഏരിയ ഈസ് 441 മീറ്റർ സ്ക്വയർ. അതായത് ഒരു സ്ക്വയറിൻ്റെ ഏരിയ തന്നിട്ടുണ്ട് 441 മീറ്റർ സ്ക്വയർ. എന്നാൽ അതിൻ്റെ ഒരു സൈഡിൻ്റെ ലെങ്ത് എത്രയാണ്? അപ്പോൾ നമുക്കിത് വൈറ്റ് ബോർഡിലോട്ട് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ നമ്പർ 4, അതായത് ഒരു സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 441 മീറ്റർ സ്ക്വയർ ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എന്നാൽ ഇതിൻ്റെ ഒരു സൈഡിൻ്റെ ലെങ്ത് എത്ര? അപ്പോൾ നമുക്ക് എന്ത് അറിയാം? ഏരിയ ഓഫ് എ സ്ക്വയർ, ഏരിയ ഓഫ് എ സ്ക്വയർ എന്താന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സൈഡ് ഇൻറ്റു സൈഡ് ആണല്ലോ, ഈക്വൽ സൈഡ് ആയതുകൊണ്ട് 4 സൈഡ്സ് ആർ ഈക്വൽ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഏരിയ ഓഫ് എ സ്ക്വയർ ഈക്വൽ ടു, ഏരിയ നമുക്ക് 441 ആണെന്ന് അറിയാം. ദെൻ സൈഡ് ഇൻറ്റു സൈഡ്, ഏതോ രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് നമുക്ക് 441 കിട്ടി. ഈ സൈഡിന് നമുക്ക് ഒരു സൈഡിന് എ എന്ന് കൊടുത്താൽ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? എ ഇൻറ്റു എ സ്ക്വയർ എന്ന് എഴുതി കൂടി. ഓക്കെ, ദെൻ എ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? എ കണ്ടുപിടിക്കാൻ √441. √441 എങ്ങനെ ചെയ്യാം? 441നെ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം. അതല്ലെങ്കിൽ നമ്മൾ മുൻപ് നമ്മുടെ
ക്ലാസ്സിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു ടേബിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1 മുതൽ 40 വരെയുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാം. അതിനകത്ത് 441 ഏതിൻ്റെ സ്ക്വയർ ആണെന്ന് കൂട്ടുകാർ പഠിച്ചു വെച്ചേക്കുക. അല്ലെങ്കിൽ നമുക്ക് ഇത്രയും നമ്പേഴ്സ് കാണാതെ പഠിക്കാൻ ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കാം. 441 ഡിവൈഡഡ് ബൈ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 4-നകത്ത് 1 ടൈം, ദെൻ 1 ബാലൻസ് കൊടുക്കുമ്പോൾ ഇവിടെ 14 ആവും. 14-നകത്ത് 3 4 ടൈംസ്, 4 × 3 12 ആണ്. 12-ൽ ബാക്കി 2 ബാലൻസ് ഇപ്പുറത്ത് കൊടുക്കുമ്പോൾ എന്ത് വരും? 27 വരും അല്ലേ? 7 × 3 21. വീണ്ടും നമ്മൾ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യും? 7 കൊണ്ട് ചെയ്ത് നോക്കാം. 7 കൊണ്ട് ചെയ്യുമ്പോൾ 14-നകത്ത് 2 ടൈംസ്, 7-നകത്ത് 1 ടൈംസ്. വീണ്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 7 × 3 21. ദെൻ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 1 വരും. ഇനി നമുക്ക് ആ നമ്പേഴ്സ് ഇങ്ങോട്ട് എടുത്ത് എഴുതാം. 3 × 7 × 3 × 7. 1 എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി നമ്മൾ ഇതിൽ നിന്ന് എന്ത് ചെയ്യും? പെയറാക്കണം. 3 × 7 ഒരു പെയറാക്കാം അല്ലേ? 3 × 7. വീണ്ടും അടുത്തത് ഏതാ? 3 × 7. ഇത് രണ്ടും ഒരു പെയറാക്കി, ഇത് രണ്ടും ഒരു പെയറാക്കി. ഇതിൽ നിന്ന് നമ്മൾ ഒരെണ്ണം മാത്രമേ എടുക്കാവൂ. 3 × 7 ദാറ്റ് ഈസ് ഈക്വൽ ടു 21. അപ്പോൾ 21-ൻ്റെ സ്ക്വയർ ആണ് 441. അപ്പോൾ ഒരു സൈഡ് ഓഫ് ദ സ്ക്വയർ ഈക്വൽ ടു 21 മീറ്റർ. ഓക്കെ അല്ലേ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. അതുവരെ താങ്ക് യു.